മിക്കവാറും വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഒന്നല്ലെങ്കിൽ ബിരിയാണി, നെയ്ച്ചോറ്, ചിക്കൻ, ബീഫ് അങ്ങനെ ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കാക്ക അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് അതിൻ്റെ വെജിറ്റബിൾസ് എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് പാത്രത്തിലെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ചിക്കനും ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് എന്നിട്ട് അതുകളെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഒരു മണിക്കൂറൊക്കെ ചിക്കൻ ഇരുന്നാലാണ് അതിൽ നല്ലപോലെ ഉപ്പൊക്കെ പിടിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ട് അതൊന്ന് പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വറുത്തെടുത്തു. ഒരുപാട് മൊരിയിച്ച് വറുത്തില്ല, ഒരുവിധം ഒന്ന് ഫ്രൈ ആക്കിയെടുത്തു. പിന്നെ ഒരു 3-4 മുട്ട പൊട്ടിച്ച് പാത്രത്തിലൊഴിച്ച് നല്ലപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് എന്നിട്ട് അതൊരു പാനിലൊഴിച്ച് അതും ചിക്കി വറുത്തെടുത്ത് ഈ ചിക്കൻ്റെ കൂടെ ഇതുപോലെ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം വെച്ചു. അതിലേക്ക് അതൊന്ന് തിളച്ചപ്പം ക്യാരറ്റും പിന്നെ ക്യാരറ്റിന് നല്ല വേവുണ്ടെന്ന് തോന്നുന്നു, അപ്പോൾ അത് അടച്ചു വെച്ച് വേവിച്ചു. പിന്നെ ബീൻസും അത് രണ്ടും കേട്ടോ വേവിച്ചെടുത്തേ. അത് നല്ലപോലെ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുത്തിട്ട് അതും മാറ്റി വെച്ചു. എന്നിട്ട് ഒരു പാനിൽ 2 ബേ ലീഫും 2 പട്ടയും ഒരു ഇത്തിരി പെരിഞ്ചീരകവും ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് സവാളയും കുഞ്ഞു ഇതായിട്ട് അരിഞ്ഞ സവാളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുത്ത് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ തിളപ്പിച്ചെടുത്തു. അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലാട്ടോ കഴുകി വാരി വെച്ചിരുന്ന അരി തിളപ്പിച്ച് എടുത്തത്. ഒരുവിധം വെന്ത് കഴിഞ്ഞപ്പം അത് ഊറ്റിയെടുത്ത് അരിപ്പയിൽ മാറ്റി വെച്ചു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ഉരുളിയിലേക്ക് സൺഫ്ലവർ ഓയിലും കുറച്ച് നെയ്യിടും. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഈ ഫ്രൈഡ് റൈസിനൊക്കെ മസ്റ്റാന്ന് തോന്നുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തു. അത് കഴിഞ്ഞ് അതൊരുവിധം മൂത്ത് വന്നപ്പം അതിലേക്ക് പിന്നെ സവാള കട്ട് ചെയ്ത് വെച്ചായിരുന്നത് അതിട്ട് മിക്സ് ചെയ്തു. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇതുപോലെ ഇട്ട് മിക്സ് ചെയ്തു. അതുകളെല്ലാം ഒന്ന് അടച്ചു വെച്ച് പതിയെ ഒന്ന് വേവിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മൾ 3 കളർ ക്യാപ്സിക്കം വാങ്ങിച്ചായിരുന്നു. യെല്ലോ ഉണ്ടായിരുന്നു, റെഡ് ഉണ്ടായിരുന്നു, പിന്നെ ഗ്രീൻ കളറും. ആ ക്യാപ്സിക്കം എല്ലാം അതിലേക്ക് മിക്സ് ചെയ്തു. ഇനി ഇതുകളും ഒന്ന് ലൈറ്റായിട്ട് വേവിച്ചെടുക്കണം. ഇതുകൾക്കൊന്നും ഒരുപാട് വേവില്ലാത്തതുകൊണ്ടാണ് ആ ബീൻസിലും ക്യാരറ്റിലും ഉപ്പിട്ട് വേവിച്ചെടുക്കാറുണ്ട്. ഇത് കുറച്ച് ഉപ്പിട്ട് ഒന്ന് അടച്ചു വെച്ച് പതിയെ ഒന്ന് ലൈറ്റായിട്ട് വേവിച്ചെടുക്കുള്ളൂ. ഇതിപ്പം എല്ലാ കളർ ക്യാപ്സിക്കവും കിട്ടിയ കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട്. മിക്കവാറും ഇത് എല്ലാനൊന്നും കിട്ടാറൊന്നുമില്ല. അപ്പോൾ കിട്ടണത് ഏതൊക്കെയാണോ അതൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് മറ്റേ വേവിച്ച് വെച്ച നമ്മുടെ ബീൻസും ക്യാരറ്റും മാറ്റി വെച്ചായിരുന്നു, അതും അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു. ഇനി അതിലേക്ക് ഇടേണ്ടത് നമ്മുടെ വറുത്ത് വെച്ച ചിക്കൻ, അതുപോലെ തന്നെ നമ്മൾ മാറ്റി വെച്ചേർന്ന മുട്ടയൊക്കെ ഉണ്ടല്ലോ, അത് ചിക്കി വെച്ചേർന്ന മുട്ട അതും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യും. അതുകളെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സായി വന്നപ്പം അതിലേക്കൊരു 3 സ്പൂൺ സോയാ സോസും കൂടി ഒഴിച്ചു കേട്ടോ. എന്നിട്ട് അതുകളെല്ലാം നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് വേണം നമ്മൾ ആ വേവിച്ച് വെച്ചേർന്ന അരി അതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ അരി ഓരോ പാർട്ടായിട്ട് കുറച്ച് ഇട്ടു. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. വലിയ പാത്രമാണെങ്കിൽ മിക്സിങ് കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. ഇതിപ്പോൾ വലിയ വാർക്കൂരുള്ളി കാരണം നല്ല സ്പേസും ഉണ്ടായിരുന്നു. നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ആ അരിഞ്ഞു വെച്ചേർന്ന സ്പ്രിംഗ് ഓണിയൻ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, കുറച്ച് മല്ലിയില ഉണ്ടായിരുന്നു, അതുകൾ ഒന്ന് ഒഴിച്ചു. ഒരു 2 മൂടി കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് സോസും കൂട്ടി ആദ്യം കഴിച്ചു, പിന്നെ ചിക്കനും കൂട്ടി കഴിച്ചു.